ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വർക്ക് എനർജി പവറിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിപ്പം ഇതിനകത്ത് വർക്ക് എന്താണ്, എനർജി എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ക്വാണ്ടിറ്റി എന്താണ്, പവർ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു പവർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പം പവർ, വാട്ട് ഈസ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ നമ്മൾ എത്ര വർക്ക് ചെയ്തു എന്നുള്ളതാണ് പവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മെഷീൻ്റെ പവർ അല്ലേ, ഇപ്പോൾ ഒരു 5 വാട്ട്സ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇക്വേഷൻ പവർ പി ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ഓക്കെ, വർക്ക് ബൈ ടൈം. പവർ പി ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് നമുക്ക് എഴുതാം. അപ്പം വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. ഇതിനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുക. അപ്പോൾ പവർ ഇസ് ഈക്വൽ ടു 5 വാട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 5 ജൂൾ പെർ സെക്കൻഡ് അല്ലേ. അതായത് ഓരോ സെക്കൻഡിലും 5 ജൂൾ എനർജി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും 5 ജൂൾ എനർജി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ യൂണിറ്റ് ചോദിക്കുമ്പം ഓർക്കണം, SI യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് SI യൂണിറ്റ് വാട്ടാണ്. ഇനി ഇതിനകത്തുനിന്ന് നിങ്ങൾ പറയേണ്ട മറ്റൊരു ചോദ്യം എന്താണ്? ഡയമെൻഷനാണ്. ഡയമെൻഷൻ. അപ്പോൾ പവറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് പവറിൻ്റെ ഡയമെൻഷൻ ഓഫ് P എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, ഡയമെൻഷൻ ഓഫ് W ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് T ആണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് W എന്താണ്? MLT⁻² ഡിവൈഡഡ് ബൈ T അല്ലേ. വർക്കിൻ്റെ ML²T⁻². അപ്പം വർക്കിൻ്റെ ഡയമെൻഷൻ ML²T⁻² ആണ്. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന പോലെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. T⁻1 ആണ്. സോ യുവർ ആൻസർ ഈസ് ML²T⁻, നമുക്ക് എന്ത് കിട്ടി? -3 എന്ന് കിട്ടി അല്ലേ. അപ്പം വർക്ക് ബൈ ടൈം ഇസ് ഈക്വൽ ടു പവർ ആൻഡ് ഡയമെൻഷൻ ഈസ് എന്താണ്? ML²T⁻³ ആൻഡ് ദ യൂണിറ്റ് ഈസ് വാട്ട്. വാട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ W എന്ന ഒരു സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുക. വാട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഈക്വൽ ടു W. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പവറിൻ്റെ യൂണിറ്റായിട്ട് കണക്കാക്കാൻ പോണത്. ഇനി ഇൻസ്റ്റൻറ്റാനിയസ് പവർ, ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ എന്താണ് പവർ ചോദിക്കുവാണെങ്കിൽ യൂഷ്വലി നമ്മൾ കാൽക്കുലസിൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് അല്ലേ എന്ന് നമ്മൾ പറയും. ദാറ്റ് ഇസ് dW/dt. ഇനി നമുക്ക് വർക്ക് ബൈ ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആ വർക്ക് ബൈ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, പവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റൻറ്റാനിയസ് പവർ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദാറ്റ് വർക്ക് ടൈം ഗ്രാഫ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? tan θ എന്നിട്ട് കൊടുത്തേക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള യൂണിറ്റ്സ് ഒന്നാമത്തെ ചാപ്റ്ററിലെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ച ഗ്രാഫിക്കൽ കോൺസെപ്റ്റുകൾ തന്നെയായിരിക്കും. ക്വാണ്ടിറ്റീസ് ഒന്ന് മാറി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതേ ഗ്രാഫിൽ നിന്നും ഒരു വർക്ക് ടൈം ഗ്രാഫിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പവർ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോജിക്ക് ഉപയോഗിക്കാം. എന്താണ്? ഏരിയ ഓഫ് പവർ ടൈം ഗ്രാഫ് വിൽ ഗിവ് യു ദ വർക്ക് ഡൺ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സി ഹിയർ P ഇസ് ഈക്വൽ ടു dW/dt ആണെങ്കിൽ dW ഇസ് ഈക്വൽ ടു P ഇൻറ്റു dt എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ dW ഇസ് ഈക്വൽ ടു W which is equal to integral P into dt. ഓക്കെ, അപ്പോൾ പവർ ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയും, പ്രോഡക്റ്റ് ആണ് അല്ലേ. ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ആണെന്ത്? പവർ ടൈം ഗ്രാഫിൻ്റെ ഏരിയ. നമുക്ക് എന്ത് കിട്ടും? വർക്ക് എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് പവർ എന്ന് പറയുന്ന ഒരു കേസ്. അപ്പോൾ നമുക്കിപ്പം ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പവർ. കാരണം പവർ പഠിക്കണമെങ്കിൽ വർക്ക് എന്താണെന്ന് അറിയണം, എനർജി എന്താണെന്നും അറിയണം. അപ്പോൾ പവർ
ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൻ്റെ യൂണിറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡയമെൻഷൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഗ്രാഫുകൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോരാത്തതിന് നമുക്കിനി അങ്ങോട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് ഫിസിക്സിലൊക്കെ പവർ നമ്മൾ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഒരു കേസിൽ മെക്കാനിക്കലായിട്ട് നമ്മൾ പറഞ്ഞു, ഇനി നാളെ നമ്മൾ ഇലക്ട്രിക്കലായിട്ട് പറയും. അങ്ങനെ പല പല രീതിയിൽ ഈ പവർ നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മാത്രമാണ് ഇപ്പം നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് നമ്മളൊരു പവർ മെഷർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവാണ് ഇപ്പം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഒരേ വർക്കുകൾ ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ക്ലാസ് റൂമിൽ എല്ലാ വിദ്യാർത്ഥികളും ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാവരെയും ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു. എല്ലാവരെയും ഒരു അധ്യാപകൻ ഒരു കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്. അവസാനം നമ്മളൊരു പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ നമ്മൾ മാർക്ക് നോക്കിയപ്പം എല്ലാ കുട്ടികൾക്കും മാർക്കുകൾ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമ്മളിതിനെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത് ഒരേ വിഷയം തന്നെയാണ്, പഠിപ്പിച്ചിരിക്കുന്ന ആളും ഒന്ന് തന്നെയാണ്, അല്ലേ? കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് അങ്ങനെ ബൈ ഓൾ മീൻസ് നമ്മളെല്ലാം സെയിം ആയിരുന്നു, അല്ലേ? പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പം മാർക്ക് കിട്ടിയത് വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ മാർക്ക് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? നിങ്ങൾ എഴുതിയതിൻ്റെ റിസൾട്ടാണ്. അപ്പം പലർക്കും പല മാർക്കായിട്ടുണ്ടെങ്കിൽ എഴുതിയിരിക്കുന്നത് പലരും പല രീതിയിലായിരിക്കും എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഉത്തരവാണ് എന്ത്? എഫിഷ്യൻസി. അത് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞ എഫിഷ്യൻസി, അല്ലേ? പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്, അല്ലേ? ഹീ ഈസ് ബെറ്റർ ദാൻ ഹിം അല്ലെങ്കിൽ ഷീ ഈസ് ബെറ്റർ ദാൻ ഹെർ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അതൊന്നും പറയാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയേണ്ട ഒരു കാര്യത്രയേ ഉള്ളൂ, എഫിഷ്യൻസി. അതായത് നമ്മൾ കൊടുത്ത ഇൻപുട്ടും കിട്ടിയ ഔട്ട്പുട്ടും ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പം കിട്ടുന്ന ഒരു റേഷ്യോ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു വാല്യൂ ഉണ്ട്. ഈ വാല്യൂ ആണ് നമ്മൾ എഫിഷ്യൻസി ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് നമ്മളിങ്ങനെ പറയും, ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഇൻപുട്ട് പവറിന് ഈക്വൽ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഈറ്റ, അത് സിമ്പിൾ ഈറ്റ, ഈ കാണുന്ന ഈറ്റയുടെ വാല്യൂ 1 ആകുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ രണ്ട് വാല്യൂസും ഈക്വൽ എന്നല്ലേ? ദാറ്റ് മീൻസ് യു ആർ 100% എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ആക്ച്വലി എഫിഷ്യൻസി നമ്മളുടെ ഈ മാർക്കിൻ്റെ കാര്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയാനോ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനത് കോമൺ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് മെഷീൻസിൻ്റെ കേസിലാണ്. ഇപ്പോൾ മെഷീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫാന്, മിക്സി, TV, എയർ കണ്ടീഷണർ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറുകൾ, അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ഇലക്ട്രിക്കൽ ഡിവൈസുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ ഡിവൈസുകൾക്കെല്ലാം നിങ്ങൾ സം എനർജി കൊടുക്കും, അവർ നമുക്ക് സം കൈൻഡ് ഓഫ് വർക്ക് ചെയ്ത് തരികയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊടുക്കുന്ന എനർജി ടോട്ടലായിട്ട് വർക്കാക്കി മാറ്റിയോ ഒരിക്കലും നിങ്ങളത് കാണാൻ സാധ്യതയില്ല. നിങ്ങളുടെ വീട്ടിലെ ഫാന്, ഇലക്ട്രിക്കൽ ഫാന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ കൊടുക്കുന്ന എനർജിയെ അയാൾ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്, അല്ലേ? കറങ്ങാൻ വേണ്ടി യൂസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ മെക്കാനിക്കൽ എനർജിയുടെ വാല്യൂവും നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയുടെ എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം കിട്ടിയ മെക്കാനിക്കൽ കുറച്ച് കുറവാണ്. അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഫാനിൻ്റെ സർഫസിൽ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക, അവിടെ നിന്ന് കുറച്ച് ഹീറ്റ് കാണാൻ പറ്റും. നിങ്ങളൊരിക്കലും എനർജി കൊടുത്തത് ഹീറ്റിന് വേണ്ടിയല്ല, മെക്കാനിക്കലായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഹീറ്റായിട്ട് നിങ്ങൾ എനർജി കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ കൊടുത്ത എനർജിയിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു എമൗണ്ടാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ 100 ജൂൾ എനർജി കൊടുത്തിരുന്നു, അതിൽ ഒരു 10 ജൂൾ എനർജി ഹീറ്റായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് മെക്കാനിക്കലായിട്ട് കിട്ടിയത് എത്രമാത്രമാണ്? 90 ജൂൾസ് മാത്രമാണ്. സോ യുവർ എഫിഷ്യൻസി ഈസ് ലെസ് ദാൻ 1. കേട്ടല്ലോ? അതുകൊണ്ട് ഒരു മെഷീൻ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് എനർജി എത്രയാണോ അത് മൊത്തം വർക്കാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മെഷീൻ ഈസ് 100% എഫിഷ്യൻറ്റ്. അപ്പോൾ നമുക്കിവിടെ പ്രാക്ടിക്കൽ മെഷീൻസ് ഉണ്ട്, ഐഡിയൽ മെഷീൻസ് ഉണ്ട്. ഇതിൽ എഫിഷ്യൻസി 100% കാണിക്കാൻ കഴിയുക ഐഡിയൽ മെഷീൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, ഐഡിയൽ മെഷീൻസ് എന്താണ്? പുള്ളി, നമ്മളെ വീട്ടിൽ വെള്ളം കോരാനൊക്കെ ഉപയോഗിക്കുന്ന പുള്ളി, അതുപോലെ തന്നെ നമ്മൾ ലിവറുകൾ ഉപയോഗിക്കും, അല്ലേ? വലിയ വലിയ വസ്തുക്കളെയൊക്കെ നമ്മൾ മറിച്ചിടാനൊക്കെ നമ്മൾ ലിവേഴ്സ് ഉപയോഗിക്കും. ഇവരൊക്കെ ആക്ച്വലി ഐഡിയൽ മെഷീൻ ആകുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ, ഇവരൊന്നും ഒരു വർക്ക് അവരുടേതായ രീതി ചെയ്യുന്നില്ല. ഇവർ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റുന്ന ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന എനർജി
ഉപയോഗിച്ച് അവർ പ്രത്യേകിച്ചൊരു വർക്കും ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഡയറക്ഷൻ ഒന്ന് മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഐഡിയൽ മെഷീൻസ് 100% എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസ് ഭൂരിഭാഗവും പ്രാക്ടിക്കൽ മെഷീൻസ് എന്നാണ് വിളിക്കുക. കാരണം ഒരാൾ പോലും നമുക്ക് 100% എഫിഷ്യൻസി തരാറില്ല. നമുക്ക് തരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ തരാറില്ല. അപ്പോൾ കൂടുതൽ എനർജി അവർ ഇൻടേക്ക് വരും, ലെസ് ഔട്ട്പുട്ടും നമുക്ക് തരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും പറയാൻ നിങ്ങൾക്ക് ഈ ഒരു വേർഡ് ഉപയോഗിക്കാം, എഫിഷ്യൻസി, കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരേ ജോലി തന്നു. ആ ഒരേ ജോലി ഒരേ ഡ്യൂറേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് തീർക്കാൻ പറയണം. അപ്പോൾ ചില ആളുകളത് കംപ്ലീറ്റ് ചെയ്തു, ചില ആൾ കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെയും നമ്മൾ ആ ഒരു ഡിഫറൻസ് ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നതും അവിടുത്തെ എഫിഷ്യൻസിയാണ്. അതുകൊണ്ട് റേറ്റ് ഓഫ് ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് എനർജി ഡിവൈഡ് ബൈ ഇൻപുട്ട് എനർജി, അങ്ങനെയുള്ള ഏത് റേഷ്യോ എടുത്താലും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? എഫിഷ്യൻസി വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ലെറ്റ് us മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഈസ് കൊളീഷൻ. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു പ്രത്യേകമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് കൊളീഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി കൊളീഷൻ്റെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് മാസ് ഒബ്ജക്റ്റുകൾ തമ്മിലുണ്ടാകുന്ന ഇൻട്രാക്ഷനാണ്, കൂട്ടിമുട്ടൽ, ഇടി, ഇല്ലേ? അപ്പോൾ ആ ഇൻട്രാക്ഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊളീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, മൂന്ന് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഇൻഇലാസ്റ്റിക് ഓർ ഇലാസ്റ്റിക്, കേട്ടോ. അപ്പം ഈ മൂന്ന് ടൈപ്പ് കൊളീഷൻസ് എന്താ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമുക്ക് എക്സാമിന് ചോദ്യം വരിക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മൂന്ന് ടൈപ്പ് കൊളീഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കൊരു എക്സാമ്പിളാണ് ഇലാസ്റ്റിക് കൊളീഷൻ, ഒന്നാമത്താണ്. ഈ ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ കാണാൻ പോകുന്ന പ്രത്യേകത, അതിലൊന്നാമത്തെ പ്രത്യേകത, ഏത് കൊളീഷനാണെങ്കിലും ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓൾവേസ് കൺസർവ്ഡ്. അതായത് ഈ ഒരു കൊളീഷനിൽ ഇപ്പം ഈ ഒബ്ജക്റ്റ് വന്നിട്ട് ഇപ്പോൾ U1 വലുതാണ് U2. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കാം? U1 വന്നിട്ട് U2നെ ഇടിക്കും, അതായത് M1 വന്ന് M2നെ ഇടിക്കും. ഇടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക, M1 ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി V1 ആണ്, M2 ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി V2 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ബോർഡ് പരീക്ഷകൾക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ V1 V2 എന്ന് പറയുന്ന രണ്ട് വെലോസിറ്റികൾ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഈ ഒരു ലക്ഷ്യം. അപ്പോൾ അവിടേക്ക് നമുക്ക് എത്താൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അതിലൊന്ന് ഇതാണ്: ഏത് ഇൻട്രാക്ഷൻ ആണെങ്കിലും അവിടുത്തെ ടോട്ടൽ ലീനിയർ മൊമെൻ്റ് ആണ് പറയുന്നത്. ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓൾവേസ് കൺസർവ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൂടെ അവിടെ എഴുതാൻ പറ്റും: ടോട്ടൽ കൈനറ്റിക് എനർജി ഓൾസോ കൺസർവ്ഡ്. ഇതൊക്കെ ടോട്ടലാണേ പറയുന്നത് കേട്ടോ, കൈനറ്റിക് എനർജി കൺസർവ്ഡ് എന്ന് പറഞ്ഞേക്കരുത്, ടോട്ടൽ കൈനറ്റിക് എനർജി ഓൾസോ കൺസർവ്ഡ്. അപ്പോൾ കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ കൈനറ്റിക് എനർജി എന്താവുന്നുണ്ട്? കൺസർവ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ V1 V2 കണ്ടുപിടിക്കാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ കാണുന്ന ബോഡിയുടെ മൊമെൻറ്റം M1 U1, കൈനറ്റിക് എനർജി ½ M1 × U1². ഈ ബോഡിയുടെ രണ്ടാമത്തെ ബോഡിയുടെ കേസിലാണെങ്കിൽ മൊമെൻറ്റം M2 U2, കൈനറ്റിക് എനർജി ½ M2 × U2². ഓക്കെ, ഇതാണ് ഈ ഒരു ബോഡിയുടെ മൊമെൻറ്റം ബിഫോർ ദി ഇൻട്രാക്ഷൻ. ഇനി ആഫ്റ്റർ ദി ഇൻട്രാക്ഷൻ the momentum is M1 V1, kinetic energy is ½ M1 × V1², and here it is M2 V2, and the kinetic energy is ½ M2 × V2². ഓക്കെ,
ഇതാണ് ഈ കാണുന്ന രണ്ട് കേസുകൾ. അപ്പോൾ നമ്മുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്? ടോട്ടൽ മൊമെൻറ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. ടോട്ടൽ മൊമെൻറ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. സിൻസ് ടോട്ടൽ മൊമെൻറ്റം ഈസ് ഓൾവേസ് കൺസർവ്ഡ്, സിൻസ് ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, ഓക്കെ, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ്. ഇങ്ങനെ എഴുതാം. m1 ഇൻറ്റു u1 പ്ലസ് m2 ഇൻറ്റു u2 ഇസ് ഈക്വൽ ടു m1 ഇൻറ്റു v1 പ്ലസ് m2 ഇൻറ്റു v2. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ടോട്ടൽ കൈനറ്റിക് എനർജി ഓൾസോ കൺസർവ്ഡ്. ടോട്ടൽ KE ഓൾസോ കൺസർവ്ഡ്. ടോട്ടൽ KE ഓൾസോ കൺസർവ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്, ടോട്ടൽ കൈനറ്റിക് എനർജി കൺസർവ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്നതിനകത്ത് ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു u1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു u2 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു v1 സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 സ്ക്വയർ. ഇതാണ് നമ്മുടെ രണ്ട് കണ്ടീഷൻസ്. ഈ രണ്ട് ഇക്വേഷൻസിനെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഏത് രീതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 1 സഫിക്സ് വരുന്ന ക്വാണ്ടിറ്റികളെല്ലാം ഞാൻ LHSലും 2 വരുന്നതിനെല്ലാം ഞാൻ RHSലോട്ടും ട്രാൻസ്പോസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ എന്താ കിട്ടുക? ഫ്രം 1 ഇങ്ങനെ എഴുതാം. m1 ഇൻറ്റു u1 മൈനസ് m1 ഇൻറ്റു v1 ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് m2 ഇൻറ്റു u2. മനസ്സിലായോ? m1 v1 ഇങ്ങെടുത്തു മൈനസ് m1 v1 ആയി, m2 u2 അങ്ങെടുത്തു മൈനസ് m2 u2 ആയി. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്ന എന്താണ് കാര്യങ്ങൾ? m1 ഇൻറ്റു u1 മൈനസ് v1, ഓക്കെ, ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ഞാനൊന്ന് ബോക്സ് ചെയ്തേക്കാം. സോ ഡു ദ സെയിം തിങ് ഫോർ ദ സെക്കൻഡ് ഇക്വേഷൻ, ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ. അപ്പോൾ ആ രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഈ സഫിക്സ് 1 വരുന്ന ടേമുകളെ നമ്മൾ LHSലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഹാഫ് ഇൻറ്റു m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. ഹാഫ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് എന്താണ് u2 സ്ക്വയർ കൊടുക്കാം. ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്നുള്ള ടേമിൽ എടുക്കുമ്പം ഹാഫ് m1 ഇൻറ്റു u1 മൈനസ് v1 ഇൻറ്റു u1 പ്ലസ് v1 വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m2 ഇൻറ്റു v2 മൈനസ് u2 ഇൻറ്റു v2 പ്ലസ് u2 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ m1 ഇൻറ്റു u1 മൈനസ് v1 എന്ന് പറയുന്നത് m2 ഇൻറ്റു എന്താണ് u2 മൈനസ് v2 u2 ഈക്വൽ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ രണ്ട് ടേമുകൾ ഇവിടെ നിന്ന് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. അതായത് m1 ഇൻറ്റു u1 മൈനസ് ഈ ടേമും m2 ഇൻറ്റു v2 u2 ഈ ടേം അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഹാഫ് കോമൺ ആണ്, അത് ഓൾറെഡി നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ടേംസ് നമ്മൾ എന്ത് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്താ അവിടെ ഉള്ളത് നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ഇറ്റ് ഈസ് u1 പ്ലസ് v1, u1
പ്ലസ് V1 ഇസ് ഈക്വൽ ടു എന്താണ് U2 പ്ലസ് V2. അങ്ങനെയാണെങ്കിൽ U1 മൈനസ് U2 ഇസ് ഈക്വൽ ടു V2 മൈനസ് V1. Therefore, V2 minus V1 divided by U1 minus U2 is equal to E എന്ന് എഴുതി വയ്ക്കും. This is called coefficient of restitution. Coefficient of restitution. അതായത് V1 മൈനസ് V2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി എന്താണ്? ആഫ്റ്റർ കൊളീഷൻ ആണ്. U1 മൈനസ് U2 എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ആണ്. അപ്പം റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനിൽ ഈ റെസ്റ്റിറ്റ്യൂഷൻ്റെ വാല്യൂ 1 ആണ്. കാര്യം നിങ്ങളിപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നതും ആ ഒരു ലോജിക്കിലാണ്. ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ അത് എന്ത് കൊളീഷനാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. അതുകൊണ്ട് V2 മൈനസ് V1 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? U1 മൈനസ് U2 ആയിരിക്കും. ഇനിയിപ്പം അത് ഇലാസ്റ്റിക് കൊളീഷൻ അല്ല എങ്കിൽ ആ കാണുന്ന ഇക്വേഷൻസിനെ ഈ എന്ന ടേം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ ദാ ഞാൻ ഈ ഒരു ഇക്വേഷനെ ബോക്സ് ചെയ്യാണ്. ആ ബോക്സ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് കൈ കരുതിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ. ഇപ്പം നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഏതെങ്കിലും ഇപ്പം ഈ കാണുന്ന ഇക്വേഷനകത്ത്, ഇപ്പോൾ ഇവിടെ കാണുന്ന ഇക്വേഷനകത്ത് നിങ്ങൾ നോക്കുക, ഈ മൂന്നാമത്തെ ഇക്വേഷനകത്ത് V1നെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്നും ഒരു ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസേഴ്സ് കിട്ടിക്കൊണ്ട് അത് നമുക്കിപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. V1 കണ്ടുപിടിക്കണം, V2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറിയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാണുന്ന കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? V1 ഇസ് ഈക്വൽ ടു എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് V2 മൈനസ് U1 എന്താണ്? U1 പ്ലസ് U2 എന്ന് കിട്ടും നമുക്ക്. അതുപോലെ V2 ആണ് കാണേണ്ടതെങ്കിലോ തിരിച്ച് V1നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യാം. അതിലേക്ക് നമുക്ക് മാസ് ടേമിനെ, ഇപ്പോൾ നമുക്കറിയാം ഈ കാണുന്ന രണ്ട് മാസുകളും സെയിം അല്ല. മാസുകൾ സെയിം ആകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻ എന്ന് പറയാം. മാസുകൾ ഡിഫറെൻ്റ് ആവുന്ന കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻ ടേംസ് ഓഫ് മാസ് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാണിച്ചിരിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ കണ്ടീഷനിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന എന്താണ് ഇക്വേഷനകത്തോട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇവിടെ U1 മൈനസ് U2 ഇക്വൽ ടു V2 മൈനസ് V1 ആണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ V1നെ ഒന്ന് ഐസൊലേറ്റ് ചെയ്തു. V1നെ ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ V2നെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാം എളുപ്പത്തിന്. V2നെ ഐസൊലേറ്റ് ചെയ്തു. V2നെ ഐസൊലേറ്റ് ചെയ്യുന്ന സമയത്ത് V2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? U1 മൈനസ് U2 പ്ലസ് നമുക്ക് എന്ത് കിട്ടും? V1 എന്ന് കിട്ടും അല്ലേ? ഈ കാണുന്ന ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു V2 എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്ത് നമ്മൾ ഈ തേർഡ് ഇക്വേഷനിലേക്ക് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? V1ൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ V1നെ ഐസൊലേറ്റ് ചെയ്യുക, നമുക്ക് V2. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് ഞാൻ ആ എന്താണ് V1ൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ M1 ഇൻറ്റു U1 മൈനസ് V1 ഇസ് ഈക്വൽ ടു M2 ഇൻറ്റു ബ്രാക്കറ്റിൽ V2ന് പറയാൻ എന്ത് ചെയ്യും? U1 മൈനസ് U2 പ്ലസ് നമുക്ക് എന്ത് കൊടുക്കാം? V1 മൈനസ് നമുക്ക് എന്താണ് അവിടെ ഒരു U2 കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ബ്രാക്കറ്റ് എല്ലാം ഒഴിവാക്കി നമുക്കിതിനെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാം. M1 ഇൻറ്റു U1 മൈനസ് M1 ഇൻറ്റു V1 is equal to M2 into U1 minus M2 into U2, okay, plus M2 into V1 minus M2 into U2. Okay, അതിൽ നമുക്ക് V1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ V1 വരുന്ന ടേമിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ട്രാൻസ്പോസ് ചെയ്ത് ഒരു വൺ സൈഡിലേക്ക് ആക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം: M1 ഇൻറ്റു U1 മൈനസ് M2 ഇൻറ്റു U1. ഇനി നിങ്ങൾക്കറിയാം മൈനസ് M2 U2 മൈനസ് M2 U2 എന്താണ്? -2 M2 U2 ആണ്. അപ്പോൾ പ്ലസ്
2m2 u2 is equal to m2 v1 plus m1 v1. കണ്ട, m2 v1 plus m1 v1. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പം ഇവിടെ നമുക്ക് u1 കോമൺ ആയിട്ടുള്ള ആളുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വയ്ക്കാം. m1 മൈനസ് m2 u1 പ്ലസ് 2m2 u2 is equal to m1 plus m2 v1. Therefore, v1 is equal to m1 minus m2 divided by m1 plus m2 into u1 plus 2m2 u2 divided by m1 plus m2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരിക, v1 എന്ന് പറയുന്ന കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്തൊക്കെ ട്രാൻസ്പോസ് ചെയ്യുന്ന സമയത്തൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് സൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലസും മൈനസും ഒക്കെ ആവും. അതൊന്ന് ശ്രദ്ധിക്കണം, അതാണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പം ആ ഒരു എന്താണ് കൺസെപ്റ്റോട് നമുക്ക് v1 എത്തി. വൺസ് യു ഗോട്ട് v1 യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് v1 ഹിയർ ഓർ ദ സെയിം ഇക്വേഷൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ v2ന് പകരം v1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് തിരിച്ച് v1ന് പകരം v2 എന്ന് പറഞ്ഞിരിക്കുന്നൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു കൊളീഷൻ എന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം ഈ ഒരു ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ ഇക്വേഷനിൽ ഇവിടെ ഇപ്പോൾ v2നെ ഐസൊലേറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ v1നെ ഐസൊലേറ്റ് ചെയ്യുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ സെക്കൻഡ് ഇക്വേഷൻ ഫോർ ദിസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്രേ ചെയ്യേണ്ടതുള്ളൂ, 1 സഫിക്സ് വരുന്നതെല്ലാം 2 ആക്കുക, 2 സഫിക്സ് വരുന്നതെല്ലാം 1 ആക്കുക, തിരിച്ചിട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ ആൻസറായിട്ട് കിട്ടിക്കോളും കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ബോർഡ് പരീക്ഷയ്ക്ക് ഡിറൈവ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം ഒരെണ്ണം ഡിറൈവ് ചെയ്തിട്ട് അടുത്ത രണ്ടാമത്തത് v2 എന്ന് പറയുമ്പം 1 കാണുന്നൊക്കെ 2 ആക്കി കഴിഞ്ഞ് എഴുതി കൊടുത്താൽ മാത്രം മതി. അതിന് വീണ്ടും നിങ്ങൾ ഡിറൈവ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ഒരു ഡെറിവേഷൻ മാത്രം നടത്തിയാൽ മതി. ഓക്കെ, ഇനി ഈ ഒരു ഇൻട്രാക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇൻട്രാക്ട് ചെയ്യുന്ന ബോഡികളുടെ എന്താണ് മാസ് ഈക്വൽ ആവുകയാണെങ്കിൽ ഓക്കെ, ഈക്വൽ മാസസ് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു ബോഡി എന്താണ് m1 വെലോസിറ്റി ഉണ്ടായിരുന്നു, v1 വെലോസിറ്റി ഉണ്ടായിരുന്നു, അതിന് m1 ആയിരുന്നു മാസ്. അപ്പോൾ അത് m2 എന്ന് പറയുന്ന മാസ്സായിട്ട് റസ്റ്റിലാണ്, അതുമായിട്ട് ഇടിച്ചു. അപ്പോൾ എത്രയായിരിക്കും v2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെയിം മാസ് ആണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് ആണ് നടക്കാൻ പോകുന്നത്. എക്സ്ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ m1 മോഷനിൽ m2 റസ്റ്റിൽ, ഇടി കൊടുക്കുമ്പം m1 റസ്റ്റിൽ വരും, m2 മോഷനിലേക്ക് പോകും. ഇവിടെ സെയിം മാസ് ആയതുകൊണ്ട് മൊമെൻറ്റം ട്രാൻസ്ഫർ നിങ്ങൾക്കറിയാലോ, ഏത് കൊളീഷനാണെങ്കിലും മൊമെൻറ്റം ട്രാൻസ്ഫർ ഉണ്ടാകും. ആ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും ആ രണ്ടാമത്തെ ബോഡിയുടെ വെലോസിറ്റി ആഫ്റ്റർ ദി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ജസ്റ്റ് എക്സ്ചേഞ്ച് ഓഫ് എന്താണ് വെലോസിറ്റി. ഇനി മാസീവ് പ്രൊജക്ടൈലാണ്, അതായത് ഇപ്പം ഒരു വലിയൊരു മാസ് വന്നിട്ട് ഒരു ചെറിയ മാസിനെ ഇടിക്കുകയാണ്. അത്തരം കേസുകളിൽ എന്താണ് ഇവിടെ ഇപ്പം ബി എന്ന് പറഞ്ഞാൽ ഒരു എ ബി രണ്ട് ബോഡീസാണ്. ബി ഈസ് ലൈറ്റ് ബോഡി ആൻഡ് എ ഈസ് എ മാസീവ് ബോഡി. അതായത് ഇവിടെ m2 ഈസ് വെരി ലാർജ് കമ്പയർ ടു എന്താണ് m1 ഈസ് വെരി ലാർജ് കമ്പയർ ടു m2 ആണെങ്കിൽ v1 എത്രയെന്ന് ചോദിക്കുമ്പം അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് ഇതാണ്, ഈ കാണുന്നൊരു കണ്ടീഷനാണ്. ഓക്കെ, v1 is equal to u1 ആൻഡ് v2 is equal to എന്താണ് ഈ കാണുന്ന കൺസെപ്റ്റിൽ നിങ്ങൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് 2u1 എന്ന് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അതായത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി വെരി മാസീവ് ആണെന്നുള്ളൊരു കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന m1 പ്ലസ് m2, അപ്പോൾ m1 പ്ലസ് m2 നിങ്ങൾ എടുക്കുമ്പം അവിടെ m2 വെരി സ്മോൾ, നെഗ്ലിജിബിൾ, ആ മാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയ v1ൻ്റെ v2ൻ്റെ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് കൺസിഡർ ചെയ്യേണ്ട, m2 എന്ന് പറയുന്ന ബോഡിയുടെ മാസ് കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ പിന്നെ ബാക്കി ആ ഇക്വേഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോണത്, ദാറ്റ് യു ക്യാൻ കൺസിഡർ. ഇത് സെക്കൻഡ് കേസ്. ഇതൊക്കെ ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമുകളിലൊക്കെ യൂസ് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി റിക്വയർഡ് ഫോർ ദി ബോർഡ് ലെവൽ പാറ്റേൺ. ഇനി മൂന്നാമത്തതാണ് മാസീവ് ടാർഗറ്റ്. മാസീവ്, അതായത് വരുന്ന ബോഡി വളരെ ചെറുതാണ്. ഓക്കെ,
ഇടിക്കാൻ പോണ ബോഡി വലിയ വളരെ ബോഡിയാണ്. അത്തരം കേസുകളിൽ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോണത്. വെൻ ദ ബോഡി ഈസ് ലൈറ്റ് ആൻഡ് ദ ബി ഈസ് മാസീവ് ദെൻ V1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് ഇപ്പം ഇടിക്കുന്ന വസ്തു ബൗൺസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു എന്താണ് വലിയൊരു വാളിൽ ചെന്ന് ഇടിച്ചപ്പോൾ എന്താ സംഭവിച്ചു, വാൾ മൂവ് ചെയ്യല്ല, പകരം നമ്മൾ ബൗൺസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലോജിക്കിൽ V1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം, -U1 എന്ന് കൊടുത്തേക്കാം. ജസ്റ്റ് അത് അവിടുന്ന് ബൗൺസ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ആ ഒരു 3 കാര്യങ്ങൾ. സോ ഇറ്റ്സ് നോട്ട് നെസസറി ഫോർ യുവർ ബോർഡ് ലെവൽ, ബട്ട് യു ക്യാൻ ജസ്റ്റ് യൂസ് ദ ഐഡിയ ഇൻ ദാറ്റ് ഇക്വേഷൻ. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. And now this is the condition of restitution which I already discussed with you. Relative velocity of separation divided by relative velocity of approach. ഇനി ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ബോർഡ് ലെവലിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റാണ് ഈ കാണുന്ന എന്താണ് കൊളീഷൻ ഇൻ 2 dimension. ദാറ്റ് മീൻസ് ഒബ്ലിക്ക് കേട്ടോ. അതായത് ഇടി കൊണ്ടതിന് ശേഷം ഈ 2 മാസ്സുകൾ 2 ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. ഓക്കെ, എങ്ങനെ സഞ്ചരിക്കുക നിങ്ങൾക്കറിയാലോ. ഈ കാണുന്ന ബോഡിയുടെ വെലോസിറ്റി ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഉണ്ട്. ഈ ബോഡിക്ക് ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റ എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇത് V1 cos തീറ്റ, ഇത് V1 sin തീറ്റ. ആൻഡ് ദിസ് ഇസ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് തീറ്റയാണ്, ഇത് എന്താണ് ഇവിടെ ഫൈ ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ V2 cos ഫൈ ആൻഡ് V2 sin ഫൈ. ഓക്കെ, ഇവിടെയും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം M1 U1 പ്ലസ് M2 ഇൻറ്റു 0, കാരണം അവിടെ രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു M1 V1 cos തീറ്റ പ്ലസ് M2 V2 cos ഫൈ. കണ്ട, കാരണം ഒരു കോമ്പോണൻ്റ് വെലോസിറ്റി ആ ഡയറക്ഷനിൽ കോസ് തീറ്റയും ഈ ഡയറക്ഷനിൽ കോസ് ഫൈയുമാണ്. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചാൽ എലോങ് എക്സ്, അതുപോലെ എലോങ് വൈ എത്രയാണ് ഉണ്ടാവുക, എലോങ് വൈ ഇനീഷ്യലി 0 വിച്ച് ഇസ് ഈക്വൽ ടു M1 V1 സൈൻ തീറ്റ മൈനസ് M2 V2 സൈൻ ഫൈ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഇനീഷ്യൽ മൊമെൻറ്റം 0ആണ്. അത് ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വന്നുകൊണ്ട് ഇങ്ങനെ വരുന്നില്ല, ഇങ്ങനെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഇങ്ങനെയൊരു കൊളീഷനിൽ ഇങ്ങനെ ഒരു ഗ്ലാൻസിങ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. അതായത് ജസ്റ്റ് ആ ബോഡി ഒന്ന് ടച്ച് ചെയ്ത് പോയപ്പോഴാണ് ഇത് ഇങ്ങനൊരു മോഷൻ കാണിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്ലാൻസിങ് ആവുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 2 ആംഗിളുകളുടെ കൂട്ടിയാൽ 90 ഡിഗ്രി ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ നമുക്ക് എൻട്രൻസ് പോലുള്ള പരീക്ഷകൾക്കാണ് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ എന്താണ്, ഇപ്പം ഇവിടെ ടോട്ടൽ മൊമെൻറ്റം എഴുതുമ്പം എന്തിനാണ് മൈനസ് ഇട്ടത്, അത് നിങ്ങളുടെ വെക്ടർ ആയതുകൊണ്ടാണ്. കാരണം ഈ വെലോസിറ്റി മേലോട്ടും ഈ വെലോസിറ്റി താഴോട്ടുമാണ്. അപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ വെക്ടർ കേസ് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷന് പകരം എന്താണ് മൈനസ്. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഇതാണ് കാണാം. അപ്പോൾ U1 ആണ് കാണാൻ പറയുന്നത്, അല്ലെങ്കിൽ V1 ആണ് കാണാൻ പറയുന്നത്, V2 ആണ് കാണാൻ പറയുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ദീസ് റിലേഷൻസ് ആൻഡ് സോൾവ് അക്കോർഡിംഗ്ലി യു വിൽ ഗെറ്റ് ദ ആൻസർ. അപ്പം നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് ഈ ഒരു കണ്ടീഷൻസ് എലോങ് എക്സും വൈയും നിങ്ങൾ എഴുതി കൊടുക്കണം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇപ്പം LHSൽ ഞാൻ ബിഫോറും ആഫ്റ്റർ ഞാൻ ആർട്സ് എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷൻസ് എഴുതി കൊടുക്കണം നിർബന്ധമായിട്ടും. ഇതാണ് ഏത് ഒബ്ലിക് കൊളീഷൻ എന്ന് പറയുന്നത് 2 dimension. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദിസ് ടോപ്പിക്, വർക്ക് എനർജി പവർ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് വരും. എസ്പെഷ്യലി എനർജി പവർ പോർഷനാണ്. ഓൾറെഡി വർക്ക് പോർഷൻ നമ്മൾ തീർത്ത് വെച്ചതാണ്. സോ വിൽ മീറ്റ് ദെയർ. ബൈ ബൈ.